ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുന്നു. ജംഷഡ്പൂരിനോട് അവരുടെ മൈതാനത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത്. പ്രതീക് ചൗധരി നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന 8ാമത്തെ തോൽവിയാണിത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ നന്നായി കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റാർട്ടിംഗ് 11-ൽ ഹോർമിപ്പാം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരുന്നു. അതിന് പകരം പ്രീതം കോട്ടാൽ സ്റ്റാർട്ടിംഗ് 11-ൽ തിരിച്ചെത്തിയിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. നോവ സദോയി 2-ലധികം ഗോൾ ശ്രമങ്ങൾ നടത്തി, പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. മത്സരത്തിന്റെ 7ാം മിനിറ്റിൽ ടാച്ചിക്കാവയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു, പക്ഷെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് അത് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. ഇനി 10ാം മിനിറ്റിൽ നോവ സദോയിക്ക് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിരുന്നു, പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. 14ാം മിനിറ്റിലേക്ക് വരുമ്പോൾ ജംഷഡ്പൂർ FC താരമായ ഹാവിയുടെ ഒരു ഹെഡർ ശ്രമം ഉണ്ടായിരുന്നു, പക്ഷെ അതും സച്ചിൻ സുരേഷിന്റെ കൈകളിൽ അവസാനിച്ചു. 33ാമത്തെ മിനിറ്റിൽ സച്ചിൻ സുരേഷ് ഒരു പിഴവ് വരുത്തി വെച്ചിരുന്നു. അതിൽ ഹാവിക്ക് ഒരു സുവർണാവസരം ലഭിച്ചു, പക്ഷെ മിലോസിന്റെ ഒരു ഇടപെടലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ രക്ഷപ്പെടുകയായിരുന്നു. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ അവരുടെ താരമായ ഇമ്രാൻ മികച്ച പ്രകടനമാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ ക്രോസുകൾ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് വലിയ രൂപത്തിലുള്ള അപകടം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയായിരുന്നു. രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി 52ാമത്തെ മിനിറ്റിൽ നവോച്ചയുടെ ഒരു കിഡിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് അവരുടെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ് സേവ് ചെയ്തു. അതുപോലെ തന്നെ ഡ്രിൻസിച്ചിന്റെ ഒരു മികച്ച ഒരു ഹെഡർ ഉണ്ടായിരുന്നു, അതും ആൽബിനോ ഗോമസ് സേവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 60ാം മിനിറ്റിലാണ് ഈ മത്സരത്തിന്റെ റിസൾട്ട് നിർണയിച്ച ഗോൾ പിറന്നത്. പ്രതീക് ചൗധരിയിലൂടെയാണ് ജംഷഡ്പൂർ മുന്നിലെത്തിയത്. അവരുടെ കോർണർ കിക്കിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് ഒരു ഭീഷണി ഉയരുകയായിരുന്നു. അത് കൃത്യമായി ക്ലിയർ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി മുതലെടുത്ത ജംഷഡ്പൂർ ഒരു മികച്ച ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് 63ാമത്തെ മിനിറ്റിൽ നോവയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, എന്നാൽ അതും സേവ് ചെയ്യാൻ ആൽബിനോക്ക് സാധിച്ചു. 66ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് വീണ്ടും അപകടമുണ്ടായിരുന്നു. പിന്നീട് സച്ചിനും അതുപോലെ തന്നെ ഡിഫൻസും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുവിധം അത് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. 70ാമത്തെ മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ തോമസ് ടോർസ് മാറ്റങ്ങൾ വരുത്തിയത്. കോറോ, സന്ദീപ് എന്നിവരെ പിൻവലിച്ചുകൊണ്ട് അമാവിയ, ഐബൻ എന്നിവരെ കൊണ്ടുവന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അമാവിയ ഒരു ഗോൾ ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അത് പ്രതിരോധത്തിൽ തട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 72ാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോൾ ജോർദാൻ മറയുടെ ഒരു തകർപ്പൻ ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് സച്ചിൻ സുരേഷ് രക്ഷപ്പെടുത്തി. ഇനി 80ാമത്തെ മിനിറ്റിൽ ലെൻഡുങ്കലിന്റെ ഒരു നിലം പറ്റിയുള്ള ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് നേരിയ വ്യത്യാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. 83ാമത്തെ മിനിറ്റിൽ ഡാനിഷിനെ പിൻവലിച്ചുകൊണ്ട് രാഹുൽ കളിക്കളത്തിലേക്ക് വന്നു. 84ാമത്തെ മിനിറ്റിൽ അഡ്രിയാൻ ലൂണയുടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതും സേവ് ചെയ്യാൻ ആൽബിനോ ഗോമസിന് കഴിഞ്ഞു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് ഈ മത്സരത്തിലും ചില പിഴവുകൾ വരുത്തിവെച്ചിട്ടുണ്ട്. ബോളുകൾ കൃത്യമായി കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പഞ്ച് ചെയ്ത് അകറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പലപ്പോഴും അപകട സാധ്യത ഉണ്ടാക്കി എന്നുള്ളതാണ്. മറുഭാഗത്ത് ജംഷഡ്പൂരിന്റെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മികച്ച സേവുകളാണ് ഈ മത്സരത്തിലുടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുകയും ചെയ്തു. അതുപോലെ തന്നെ നോവ സദോയെ പോലെയുള്ള താരങ്ങളുടെ ഫിനിഷിംഗ് ഇല്ലായ്മ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ട്. ജീസസിനെ ശരിക്കും ഈ ഒരു മത്സരത്തിൽ നമ്മൾ മിസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ പരിതാപകരമായ അവസ്ഥ ഇപ്പോൾ തുടരുകയാണ്. 10ാം സ്ഥാനത്ത് തന്നെയാണുള്ളത്. 14 മത്സരങ്ങളിൽ കേവലം 4 വിജയങ്ങൾ മാത്രം, 8 തോൽവികൾ, 2 സമനിലകൾ, അങ്ങനെ 14 പോയിന്റുമായി 10ാം സ്ഥാനത്താണ്. അതേസമയം ഈ വിജയത്തോടു കൂടി ജംഷഡ്പൂരിന് ഏറെ മുന്നിലേക്ക് എത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 4ാം സ്ഥാനത്താണ് ജംഷഡ്പൂർ ഉള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ് അവർക്കുള്ളത്. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ പഞ്ചാബ് FC ആണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.